എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകൾ. ഈ 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഉള്ള ഈ ആഗ്രഹം നടക്കുമോ എന്നാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ആഗ്രഹം നടക്കുമോ എന്നാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ കാണുക. നമുക്ക് ആദ്യത്തെ ഫയലായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഫയൽ എടുക്കാം. ഇത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്കിത് ബാധകമായിട്ട് തീരും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരാഗ്രഹമുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നതാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് നാം ആരുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആ ആഗ്രഹം സാധിച്ചെടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങൾ ഒരുപാട് കാലമായി മനസ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചു വെച്ച ആഗ്രഹം നടക്കുമോ എന്ന് നോക്കാം. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. എന്തിനു പറയുന്നു? ഇതാ നോക്കൂ, കാർഡ് സക്സസ് എന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു കാർഡുണ്ടോ? തീർച്ചയായിട്ടും എന്താണ്, വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും നേടും. നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പലതാകാം, പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങളൊരു കാര്യത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു, അത് എന്തിന് ഒക്കെ വേണ്ടി ആണെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് സാധിക്കും, അത് വിജയിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിജയിക്കുമെന്നാണ്, അത് വിജയത്തിലെത്തുമെന്നാണ് പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളതിൻ്റെ അടയാളങ്ങളിലേക്ക് നോക്കുക. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നു, ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടയാളം വരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടുന്നതിലേക്കായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന, അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരടയാളം നിങ്ങളിലേക്ക് എത്തിക്കിട്ടും. നിങ്ങൾ ആ അടയാളങ്ങൾ നോക്കുക. നിങ്ങൾ ആ അടയാളങ്ങൾ നോക്കി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന തരത്തിലേക്ക് കാലം എത്തിക്കും. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളതിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് വേണ്ട. നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നും ഇത് നടക്കില്ല എന്ന്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തോന്നും. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകൾ, നിങ്ങളെ വിജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളൊക്കെ പറയും ഇത് നടക്കില്ല, ഇങ്ങനൊരു ആഗ്രഹം നടക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഭയപ്പെടാനില്ല. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും. നിങ്ങളുടെ മനസ്സിലെ സ്വപ്നം അത് യാഥാർത്ഥ്യമായിരിക്കും. നിങ്ങൾ പൂർണ്ണമായും ശക്തമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചിരിക്കും. നിങ്ങൾക്ക് അത് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ആ തോന്നൽ അസ്ഥാനത്താണ്. നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി നടന്നിരിക്കും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾക്ക് ചില വെളിപാടുകൾ വന്നു കിട്ടും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ആഗ്രഹ സഫലീകരണത്തിനുള്ള സാധ്യതകളുമായി ചില വസ്തുതകൾ എത്തിപ്പെടും. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന തരത്തിൽ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ശാന്തമായ ഒരു സമാധാനത്തിലേക്കെത്തും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നോർത്ത് ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരു സമാധാനം ഇപ്പോൾ കിട്ടുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം എന്തോ ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയെ സ്വന്തമാക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമോ? ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ? ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. പക്ഷേ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ എത്തുമോ എന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് നടക്കുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി നേടുന്നതിനാകാം. ഒരു ജോലി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ? ആ ജോലിയിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആകാം. നിങ്ങൾക്കത് കഴിയും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അടുത്ത കാർഡ് വന്നിരിക്കുന്നു, യൂണിവേഴ്സിൽ നിന്നൊരു അറിയിപ്പ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. യൂണിവേഴ്സിനറിയാം നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം
നടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം നടക്കാത്തതിൻ്റെ പേരിൽ വിഷമമുണ്ട്. ആ വ്യക്തിയോട് ഒരു പക്ഷേ നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുന്നുണ്ടാകില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വെറിയാകേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ അതോർത്തൊരു ദുഃഖവും വേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് നടത്തി തരും. നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് മുകളിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ചാണ്, ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുകയാണ്, ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും പോസിറ്റീവായിട്ട് തന്നെ. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും പോസിറ്റീവായിട്ട് തന്നെ. ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരും. ആ വ്യക്തിയുടെ ചിന്താമണ്ഡലങ്ങളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ വ്യക്തിയുടെ ചിന്താമണ്ഡലങ്ങളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ആ വ്യക്തി മുൻപ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ മാറിയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കനുസൃതമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിച്ച് തുടങ്ങാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മനസ്സിലാഗ്രഹിക്കുന്നത്, ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ പ്രവൃത്തികളിൽ വന്നോട്ടെ. അത് നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ മാറ്റണ്ട, നിങ്ങൾക്ക് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും. എന്താഗ്രഹമാണോ നിങ്ങൾക്ക്, ആ പ്രവൃത്തിയായിട്ട് നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവോ അതിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങളുടെ പ്രയാണം, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് പോകണമോ, ഞാൻ ഇനി മുന്നോട്ട് പോകണമോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഉടൻ തന്നെ ഒരു വർഷത്തിനുള്ളിൽ, അതായത് വർഷങ്ങൾ വേണ്ട, മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി സ്വപ്നം കാണുന്നത് ഒരിക്കലും നിർത്തണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ, നമ്മൾ ആദ്യത്തെ കാർഡിൽ തന്നെ സക്സസ് ആണ് പറഞ്ഞത്. അങ്ങനെ ഒന്നും, നിങ്ങളുടെ പ്രയാണങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ അതേക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും കളയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി മാറുന്നു. സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് വരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു. എന്താഗ്രഹമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായി മനസ്സിലുള്ള ആഗ്രഹം വ്യത്യസ്തമായിരിക്കും. ഓരോ കാഴ്ചപ്പാടുകളായിരിക്കും, വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും, വ്യത്യസ്തമായ നിലപാടുകളായിരിക്കും. പക്ഷെ അതെല്ലാം സാധിക്കും, അതെല്ലാം സാധിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ തുടരുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ സാധിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിലകൊള്ളുക, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ പൈല് തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ്. അവരുടെ മനസ്സിൽ ഉണ്ടായ ആഗ്രഹങ്ങൾ സാധിക്കുമോ, അവർക്ക് അവരുടെ ലക്ഷ്യം നേടാൻ കഴിയുമോ, അവർ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അത് നേടാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അവരൊരു കാര്യത്തെ നേടുവാൻ ആഗ്രഹിച്ചിരുന്നു, അത് നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എത്രത്തോളം സാധ്യമാക്കാൻ അവർക്ക് കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ മനസ്സിൽ നാളുകളായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കുടെ മനസ്സിലുള്ള ആഗ്രഹത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. പലപ്പോഴും പലരോടും പറഞ്ഞിട്ടില്ല, പലരും രഹസ്യമായിട്ടായിരിക്കും ആഗ്രഹങ്ങൾ വച്ചേക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനായിട്ടുള്ള സാധ്യതകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ ഉള്ളതാകാം, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നതായിരിക്കാം. ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നുള്ളത് നോക്കുന്നത്. പച്ച പൈല് തിരഞ്ഞെടുത്തവരെയാണ്. നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് തന്നെ പോകാം. റിക്കവറിയാണ്. ഒരിക്കൽ നടക്കില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചൊരു കാര്യം, അത് നടക്കാനുള്ള ഭാഗ്യം എനിക്കില്ല, അത് നടത്താൻ എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്കത് യാഥാർത്ഥ്യമാകാനുള്ള ഭാഗ്യം കിട്ടുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു. അത് ഒരാഗ്രഹം, ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒന്നുകിൽ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതോ ആയൊരു വസ്തുതയാണ്, ഒരു കാര്യമാണ്. അത് എന്ത് വിഷയമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. അത് തിരിച്ചു കിട്ടുന്നു. ഒന്ന് തിരിച്ചു പിടിക്കുന്നതാണ്. നഷ്ടപ്പെടുമെന്ന ഒരു സാധനം, ഒരിക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു സാധനം, അത് നിങ്ങളിൽ നിന്ന് അകന്നു പോയി, വിട്ടുപോയി, കിട്ടാതെ പോയി. അത് എങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കും? എങ്ങനെ നമ്മളിലേക്ക് വീണ്ടും വരും? അല്ലെങ്കിൽ ഒരിക്കൽ കൈയെത്തും ദൂരത്തെത്തിയത് പിന്നീട് ഒരിക്കലും കിട്ടിയില്ല, അതെങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരാളും പറയില്ല നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയും, നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം നേടാൻ കഴിയും എന്നാരും പറയില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിന്നോളൂ. റിക്കവറിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹം നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾക്ക് ആ ആഗ്രഹ സഫലീകരണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. മുമ്പ് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ഒരു സാധനം നേടാൻ കഴിയാതിരുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ മൂലമാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച്, അത് നേടുന്നതിനെ സംബന്ധിച്ച ഭാഗ്യവും അത് നേടുന്നതിനെ സംബന്ധിച്ചുള്ള വളരെയധികം അറിവുകളും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് എത്താൻ കഴിയുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ മനസ്സിൽ കണ്ടത്, നിങ്ങൾ പ്രതീക്ഷിച്ചത്, അത് നിങ്ങൾക്ക് നേടുവാനും കഴിയും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തമാക്കാനും കഴിയും. മാത്രമല്ല അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇപ്പോൾ അറിയുകയാണ്. മുൻപ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണ്ടത്തെ പല ചിന്താഗതികളും, പണ്ട് നിങ്ങൾ ധരിച്ചിരുന്ന കുറേ വസ്തുതകൾ, നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിലെല്ലാം റിക്കവറി ഉണ്ടാകുന്ന ആദ്യം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ റീകൺസിഡർ ചെയ്യുന്നു. നിങ്ങളുടെ ചിന്താഗതി മാറുകയാണ്. നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നു, ഒരു വസ്തുതയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു, നിങ്ങൾ ചിന്തിച്ചിരുന്നു. നിങ്ങൾ ചിന്തിച്ചിരുന്ന ആ വസ്തുത കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റായി പോയിരുന്നു. അതങ്ങനെയല്ലായിരുന്നു. അതായത് നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. അതിപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങൾ ആദ്യം വിചാരിച്ചു, ചിലപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം, ചിലപ്പോൾ ഒരു വസ്തുതയെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം, ചില സത്യങ്ങൾ ചിലപ്പോൾ നുണയായിട്ടായിരിക്കും നിങ്ങളെ അറിയിച്ചത്. പക്ഷേ നിങ്ങൾ തെറ്റായൊരു തീരുമാനം എടുത്തു. മുൻപ് നിങ്ങൾ തെറ്റായൊരു തീരുമാനം ഒരു വസ്തുതയെ സംബന്ധിച്ചെടുത്തു. അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഞാൻ അന്നെടുത്ത കാര്യം തെറ്റായിപ്പോയി. ഞാൻ എന്ത് നിലപാടാണോ ഒരു കാര്യത്തിലെടുത്തത് അത് തെറ്റായിപ്പോയി. അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്. ചിലപ്പോൾ ഒരാളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാൾ, പക്ഷേ നിങ്ങൾക്ക് ആ ആളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്താഗതിയിലുണ്ടായ ഒരു തെറ്റാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച ഒരാളെ ഒരാളെ വിശ്വസിക്കാതെ പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ടായി. അതായത് ഞാനൊരാളെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരാളെ ധരിക്കേണ്ടതുപോലെ ന്യായമായ രീതിയിൽ ആ ആളെന്താണോ അതുപോലെയല്ല ഞാൻ ചിന്തിച്ചത്. എനിക്കതിൽ വ്യത്യാസമുണ്ടായി. അപ്പോൾ അതിലെനിക്ക് ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ തെറ്റിദ്ധാരണ എന്നെ പെടുത്തിക്കളഞ്ഞിരിക്കുന്നു. എൻ്റെ തെറ്റിദ്ധാരണ എന്നെ പെടുത്തിക്കളഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ധാരണകളിൽ പിശകുണ്ടായിരിക്കുന്നു. ഞാൻ എന്താണോ വിചാരിച്ചത് അതല്ല സംഭവിച്ചേക്കണം. എൻ്റെ ധാരണയിൽ പിശകുള്ളത് മൂലം എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഞാനൊരാളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരു വസ്തുതയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തിയാകട്ടെ, വസ്തുവാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾ റീകൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾ പുനർപരിശോധിക്കുകയാണ്. ഇപ്പോൾ മാപ്പ് നൽകാൻ നിങ്ങൾ തയ്യാറാണ്. അതായത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയോട് ചെയ്തു പോയ പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എനിക്ക് പറ്റിപ്പോയി. ഞാൻ ഒരു കാര്യം വിചാരിച്ചിരുന്നത് പോലെയല്ല. ചില ആളുകൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു ആ വ്യക്തിയുടെ കാര്യത്തിൽ. അങ്ങനെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ നിങ്ങൾ റീകൺസിഡർ ചെയ്ത്, റിക്കവർ ചെയ്ത് തിരിച്ചു പിടിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ തിരിച്ചു പിടിക്കുന്നു. നിങ്ങളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വേദനിപ്പിച്ച ആളുടെ ആ കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായി. ഇപ്പോൾ അത് മാറാൻ പോകുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, പക്ഷേ അത് മാറാൻ പോവുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ആളുടെ മനസ്സ് മാറി നിങ്ങളുടെ അടുത്തേക്ക് അടുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാനായിട്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ആ വ്യക്തിയും തമ്മിൽ അകൽച്ചയിലാക്കാൻ നോക്കി. ഇതെല്ലാം മാറുന്നു. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും മാറുകയാൻ പോകുന്നു. അടുത്ത കാർഡാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം
ത്യാഗം ചെയ്യാൻ പോലും തയ്യാറാകുന്നു. ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല, വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള സംശയമായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളും തിരിച്ചും ആ ബന്ധം വളരുകയാണ്. ആ ബന്ധം വളർന്ന് തിരിച്ച് എന്തും നൽകാനായിട്ട്, എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് മാറുകയാണ്. വളരെ പോസിറ്റീവാണ്. നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് അവർ മാറുന്നു. നിങ്ങളേറ്റവും സ്നേഹിച്ച ആളുകളുണ്ടായിരുന്നു, അവർ ശത്രുക്കളെ പോലെ നിങ്ങൾ ജീവിക്കേണ്ടി വന്നു. നിങ്ങൾ അടുക്കാൻ ആഗ്രഹിച്ച ആളുണ്ട്, പക്ഷെ വിധി എന്താണ്, ആ ആൾക്ക് വെറുപ്പുണ്ടാകുകയോ സാഹചര്യങ്ങൾ അങ്ങനെയാകുകയോ നിങ്ങളെ ആളെ തെറ്റിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തായി, രണ്ടെന്ന ചിന്ത വന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചു. അതിനുവേണ്ടി നിങ്ങളെ അകറ്റാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറുകയാണ്. ഇനി നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ആളുകളാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ബന്ധത്തെ ദൃഢപ്പെടുത്താനായിട്ട്, നിങ്ങളുടെ ബന്ധത്തിന് ശക്തി നൽകാനായിട്ടുള്ള ആളുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫയലാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. യെസ് എന്നാണ് ഉത്തരം വരുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുവാണെങ്കിൽ ആ വസ്തുവിനെ തിരിച്ചു കിട്ടുന്നു. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, പോസിറ്റീവായിട്ടുള്ള നടക്കാൻ പോകുന്നു. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അഭാവമുണ്ട് തീർച്ചയായിട്ടും. ഈ ഇത്രയൊക്കെ ദുഃഖിക്കേണ്ടി വന്നു, ഇത്രയൊക്കെ കാലതാമസം വന്നതൊക്കെ പ്രാർത്ഥനയുടെ അഭാവമാണ്. പ്രാർത്ഥന ഉണ്ടായേ തീരൂ. മനസ്സിൽ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കുക, ഫലം ലഭിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്കൊരു മടുപ്പുണ്ടാകുന്നു. അങ്ങനെ ആയാൽ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ നിർഭാഗ്യം മുഴുവൻ ഒഴിഞ്ഞു പോകും. ഇതുവരെ ഉണ്ടായിരുന്ന നിർഭാഗ്യം മുഴുവൻ ഒഴിഞ്ഞു പോയി റിക്കവറിയിലേക്ക് വരുന്നു, റീകൺസിഡർ വരുന്നു, ഒരുപാട് സ്നേഹം കിട്ടുന്നു, ഒരുപാട് പ്രണയം കിട്ടുന്നു. നിങ്ങളെ വിശ്വസിക്കുന്നു ആ വ്യക്തി. നിങ്ങളുടെ വിഷമം അതായിരുന്നു, ആ വ്യക്തി എന്നെ വിശ്വസിക്കുന്നില്ല, അതല്ലേ സത്യമായിട്ട് നിങ്ങളുടെ വിഷമം അതാണ്. ആ വ്യക്തി എന്നെ വിശ്വസിക്കുന്നില്ല. അത് മാറുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തിയും വരുന്നു. വളരെ പോസിറ്റീവായിട്ട് പോകുന്നു. ആ വ്യക്തിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക, വളരെ പോസിറ്റീവായിട്ട് പോകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.